കടുത്ത അതൃപ്തിയിൽ രമേശ് ചെന്നിത്തല CLP യോഗത്തിൽ പങ്കെടുത്തില്ല. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ കടുത്ത അതൃപ്തിയിലാണ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും സതീശനാണ് മുഖ്യമന്ത്രിയെന്ന് അറിയിച്ചതിന് പിന്നാലെ വീടിന്റെ പിന്നിലെ വഴിയിലൂടെ പുറത്തേക്ക് പോയ രമേശ് ചെന്നിത്തല കോൺഗ്രസ് MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗത്തിലും പങ്കെടുത്തില്ല. പകരം VD സതീശന് പിന്തുണയറിയിച്ച് കത്ത് നൽകുകയാണ് ചെയ്തത്. വേനൽ മഴയിൽ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. എറണാകുളം മുളുന്തുരുത്തിയിൽ ഫൈബർ അസംസ്കൃത വസ്തുക്കളുടെ ഗോഡൌണിലേക്ക് മരം കടപുഴകി വീണു. ഗോഡൌണിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. മൂവാറ്റുപുഴയിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നിർമ്മല സദൻ റോഡിൽ മരം വീണ് കാറിന്റെ മുൻഭാഗം തകർന്നു. നായരമ്പലത്ത് 4 വീടുകളുടെ മേൽക്കൂര തകർന്നു. പാലക്കാട് വടക്കഞ്ചേരി പ്രധാനി ഭാഗത്ത് നിരവധി വീടുകൾ തകർന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ്. കാലടി സ്റ്റേഷൻ ഗ്രേഡ് SI ഷിജുവിനെതിരെയാണ് കേസ്. ഒരു സ്വകാര്യ അഗ്രികൾച്ചറൽ നഴ്സറിയിലെ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. ആരെല്ലാം മന്ത്രിമാരാകണമെന്നത് സംബന്ധിച്ച് മുസ്ലിം ലീഗിൽ അവസാനഘട്ട ചർച്ചകൾ. 5 മന്ത്രിസ്ഥാനം എന്നതാണ് ലീഗിന്റെ ആവശ്യം. എന്നാൽ 5 MLA-മാർക്ക് 1 മന്ത്രി എന്ന ഫോർമുലയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. എങ്കിൽ 4 മന്ത്രിസ്ഥാനവും 1 ഡെപ്യൂട്ടി സ്പീക്കറോ ചീഫ് വിപ്പോ ആവും ലീഗിന് ലഭിക്കുക. ലീഗിൽ നിന്ന് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. 6 തവണ MLA ആയ PK ബഷീർ സാധ്യതാ പട്ടികയിലുണ്ട്. KM ഷാജിയാണ് 3ാമതായി പരിഗണിക്കുന്നത്. യുവമുഖം എന്ന നിലയിൽ N ഷംസുദ്ദീനും സാധ്യതാ പട്ടികയിലുണ്ട്. ഇടുക്കി ചിന്നക്കനാലിന് സമീപം വാഹനാപകടത്തിൽ ഒരു വിനോദസഞ്ചാരി മരിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള 27-അംഗ സംഘമെത്തിയ മിനി ബസ്സാണ് നിയന്ത്രണം വിട്ട് താഴേക്ക് മറിഞ്ഞത്. ബിരുദനഗർ സ്വദേശി സ്റ്റെല്ല മേരിയാണ് മരിച്ചത്. സാരമായി പരിക്കേറ്റ 6 പേരെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ മൂന്നാറിലെത്തിയ സംഘം ഇന്ന് മടങ്ങിപ്പോകും വഴിയാണ് പെരിയ കനാൽ വളവിന് സമീപം അപകടത്തിൽപ്പെട്ടത്. അപകടമുണ്ടായ ഉടൻ നാട്ടുകാരും സമീപത്തുള്ള ജീപ്പ് ഡ്രൈവർമാരും ചേർന്ന് പരിക്കേറ്റവരെ ടാറ്റ ഹൈറേഞ്ച് ആശുപത്രിയിലെത്തിച്ചു.